ഇന്ത്യയിൽ കോമ്പാക്ട് എസ്.യു.വി സെഗ്മെന്റിനെ പോപ്പുലറാക്കിയ മോഡലാണ് റെനോ ഡസ്റ്റർ. ഗ്ലോബലി സെക്കൻഡ് ജനറേഷൻ ഡസ്റ്റർ വന്നിരുന്നെങ്കിലും ഇന്ത്യയിൽ ഫസ്റ്റ് ജനറേഷൻ മാത്രമാണ് ലഭിച്ചിരുന്നത്. റൊമേനിയൻ കാർ മാനുഫാക്ചറായിട്ടുള്ള ഡാസിയയുടെ ബ്രാൻഡിങ്ങിൽ 90s മുതൽ തന്നെ ഡസ്റ്റർ ഗ്ലോബലി വിപണിയിലുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനും നല്ല കേപ്പബിലിറ്റിയുമുള്ള 4-wheel ഡ്രൈവ് ഓപ്ഷനുള്ള മികച്ച വാഹനമായിരുന്നു ഡാസിയ ഡസ്റ്റർ. 1999 റെനോൾട്ട് ഗ്രൂപ്പ് റൊമേനിയൻ കാർ മാനുഫാക്ചറായിട്ടുള്ള ഡാസിയയെ സ്വന്തമാക്കി. റെനോൾട്ട് ഡാസിയ കൊളാബറേഷനിൽ വന്ന ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്ററാണ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിലും 4-wheel ഡ്രൈവ് ഓപ്ഷൻ കിട്ടിയിരുന്നു. മികച്ച വാഹനമായിരുന്നു ഇന്ത്യയിലും റെനോ ഡസ്റ്റർ. മികച്ച സസ്പെൻഷനും ഇൻറ്റീരിയർ സ്പേസുമുള്ള വാഹനം തന്നെയായിരുന്നു ഡസ്റ്റർ. ഇന്ത്യയിലെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച വാഹനമായിട്ട് കൂടി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു റെനോ ഡസ്റ്റർ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നിലായതോടുകൂടി റെനോ ഡസ്റ്ററിൻ്റെ വിൽപ്പനയും കുറഞ്ഞു. ഇത് കാരണത്താൽ റെനോ ഡസ്റ്ററിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. ഇപ്പോൾ തേർഡ് ജനറേഷൻ ഡസ്റ്ററിനെ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 2025 ഫെസ്റ്റീവ് സീസണിന് മുമ്പായി തന്നെ ഇന്ത്യയിലും ഡസ്റ്റർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തേർഡ് ജനറേഷൻ ഡസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് റെനോ നിസാൻ അലയൻസിൽ നിർമ്മിച്ചിരിക്കുന്ന CMF-B പ്ലാറ്റ്ഫോമിലാണ്. ഓൾഡ് മോഡൽ ഡസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് CMF-B പ്ലാറ്റ്ഫോം. EV മോഡലുകൾ വരെ നിർമ്മിക്കാൻ കേപ്പബിളായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് CMF-B. ഇനി തേർഡ് ജനറേഷൻ ഡസ്റ്ററിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓൾഡ് മോഡൽ ഡസ്റ്ററിനേക്കാൾ കൂടുതൽ മസ്കുലർ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. സൈഡ് ഡിസൈൻ മികച്ചതാക്കുന്നത് 18 ഇഞ്ച് അലോയ് വീലുകളാണ്. കനത്ത ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റും നൽകിയിരിക്കുന്നു. റിയർ ഡോർ ഹാൻഡിൽ C-പില്ലറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ലാർജ് ഹെഡ്ലൈറ്റ്സും Y ഷേപ്പിലുള്ള DRLസും മനോഹരമാണ്. അട്രാക്റ്റീവായിട്ടുള്ള C-ഷേപ്പ് ഫുൾ LED ടെയിൽ ലാമ്പുകളും സ്പോർട്ടി ലുക്ക് നൽകുന്ന റൂഫ് റെയിൽസും നൽകിയിരിക്കുന്നു. ഇനി തേർഡ് ജനറേഷൻ ഡസ്റ്ററിൻ്റെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ 4340 mm ലെങ്തും 1810 mm വിഡ്ത്തും 1660 mm ഹൈറ്റുമുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 4x2 മോഡലിന് 209 mm, 4x4 മോഡലിന് 217 mm. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം നൽകിയിരിക്കുന്നു. AC വെൻറ്റുകൾക്ക് വൈറ്റ് തീം എലമെൻറ്റ്സ് നൽകിയിരിക്കുന്നത് മനോഹരമായി തോന്നി. AC വെൻറ്റുകൾക്ക് താഴെയായി ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് നൽകിയിരിക്കുന്നു. 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസും മനോഹരമാണ്. ഇന്ത്യൻ സ്പെക്കിൽ ലെതർ സീറ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വയർലെസ് ചാർജിംഗ് കൂടാതെ 2 USB ചാർജിംഗ് പോർട്ടുകളും 12 വോൾട്ട് ഔട്ട്ലെറ്റും നൽകിയിരിക്കുന്നു. റിയർ സീറ്റിൽ 3 പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സീറ്റ് ബെൽറ്റുകളും ഉണ്ട്. 472 ലിറ്ററാണ് തേർഡ് ജനറേഷൻ ഡസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ്. റിയർ സീറ്റുകൾ 60-40 സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ്. 5 സീറ്റർ ഡസ്റ്ററിന് പിന്നാലെ ഇന്ത്യയിലും 7 സീറ്റർ മോഡൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡസ്റ്ററിൽ ഹൈബ്രിഡ് എഞ്ചിൻ കൂടാതെ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ 4x2, 4x4 എന്നീ മോഡലുകളിൽ ഉണ്ടാകും. ഓൾ വീൽ ഡ്രൈവ് മോഡലിൽ ഡിഫറൻറ്റ് ടെറൈൻ മോഡ് സെലക്ടർ നൽകിയിരിക്കുന്നു. ഇതിൽ ഓട്ടോ മോഡും നൽകിയിട്ടുണ്ട്. സർഫസ് കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി ഇതുവഴി സെലക്ട് ചെയ്യാൻ കഴിയും. ഹിൽ ഡിസൈൻ കൺട്രോളും 4x4 ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 4x2 മോഡലിന് 209 mm ഗ്രൗണ്ട് ക്ലിയറൻസും 4x4 മോഡലിന് 217 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 31 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 36 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും 24 ഡിഗ്രി ബ്രേക്ക് ഓവർ ആംഗിളും 4x4ൻ്റെ പ്രത്യേകതകളാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ഏറ്റവും പുതിയ ഡസ്റ്ററിലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്.